തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. പൊതുതെരഞ്ഞെടുപ്പിനെ വെല്ലുന്ന പ്രചരണ പ്രവർത്തനങ്ങളുമായി PTA തെരഞ്ഞെടുപ്പ്. ആവേശം നിറഞ്ഞ മത്സരത്തിനൊടുവിൽ തിരൂരങ്ങാടി സ്പോർട്സ് അക്കാദമിയെ അനുകൂലിക്കുന്ന വിഭാഗത്തിന് വിജയം. തിരൂരങ്ങാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പൊതുതെരഞ്ഞെടുപ്പിനെയും വെല്ലുന്ന PTA തെരഞ്ഞെടുപ്പ് നടന്നത്. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അഖിലേന്ത്യാ ഫുട്ബോൾ മത്സരത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് PTA തെരഞ്ഞെടുപ്പിൽ എത്തിയത്. തിരൂരങ്ങാടിയിൽ കഴിഞ്ഞ വർഷം തിരൂരങ്ങാടി സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചിരുന്നു. ഇത് വൻ ജനപങ്കാളിത്തത്തോടൊപ്പം വൻ സാമ്പത്തിക വിജയവും നേടിയിരുന്നു. ഇതിൽ നിന്ന് ഒരു വിഹിതം സ്കൂളിന് സഹായം നൽകിയിരുന്നു. കൂടാതെ മറ്റു പ്രവർത്തനങ്ങൾക്കും ഉപയോഗിച്ചിരുന്നു. എന്നാൽ സ്കൂളിന് ഫുട്ബോൾ കമ്മിറ്റി ഭാരവാഹികൾ വേണ്ടവിധം സഹായം നൽകിയില്ല എന്ന് PTAയിലെ ഒരു വിഭാഗം ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം ഫുട്ബോൾ മത്സരം സ്കൂൾ നേരിട്ട് നടത്തണമെന്ന നിലപാടിലായിരുന്നു നിലവിൽ ഓസ്കാർ റഷീദിന്റെ നേതൃത്വത്തിലുള്ള PTA കമ്മിറ്റി. TSAക്ക് പുറമെ മറ്റൊരു ക്ലബ്ബും ഫുട്ബോൾ മത്സരം ഏറ്റെടുക്കാൻ തയ്യാറാണെന്നറിയിച്ച് PTAക്ക് കത്ത് നൽകിയിരുന്നു. അഖിലേന്ത്യാ ഫുട്ബോൾ മത്സരം നടത്താൻ മറ്റൊരു ക്ലബ്ബ് കൂടി സമീപിച്ചതോടെ ക്ലബ്ബുകളുടെ സഹകരണത്തോടെ PTA കമ്മിറ്റി നേരിട്ട് നടത്താനായിരുന്നു തീരുമാനം. എന്നാൽ TSAയുടെ നേതൃത്വത്തിൽ ഇതിന് എതിർപ്പുമായി രംഗത്തെത്തുകയായിരുന്നു. TSA തന്നെ നേരിട്ട് നടത്തണമെന്ന നിലപാടായിരുന്നു TSA ഭാരവാഹികൾ ഉന്നയിച്ചത്. ഇതോടെ PTA തെരഞ്ഞെടുപ്പ് നടത്തുകയായിരുന്നു. പൊതുതെരഞ്ഞെടുപ്പിനെ വെല്ലുന്ന പ്രചരണ പ്രവർത്തനങ്ങളുമായാണ് PTA തെരഞ്ഞെടുപ്പ് നടന്നത്. ഇരുവിഭാഗവും വീടുകൾ കയറിയിറങ്ങി വോട്ടുകൾ അഭ്യർത്ഥിച്ചു. TSA അനുകൂലിക്കുന്ന PM അബ്ദുൽ ഹക്കിന്റെ നേതൃത്വത്തിലുള്ള പാനലും PTA നേരിട്ട് നടത്തണമെന്ന നിലപാടുള്ള നിലവിലെ PTA പ്രസിഡന്റ് ഓസ്കാർ അബ്ദുൾ റഷീദിന്റെ നേതൃത്വത്തിലുള്ള പാനലും തമ്മിലായിരുന്നു മത്സരം. ശക്തമായ പ്രചരണ പ്രവർത്തനത്തിനൊടുവിൽ രക്ഷിതാക്കളുടെ വൻ ജനപങ്കാളിത്തത്തോടെ വോട്ടെടുപ്പ് നടന്നു. രാത്രി 7 മണി കഴിഞ്ഞും വോട്ടെടുപ്പ് തുടർന്നിരുന്നു. വലിയ പോലീസ് സന്നാഹവും ഉണ്ടായിരുന്നു. ഒടുവിൽ വോട്ടെണ്ണിയപ്പോൾ TSA പിന്തുണയ്ക്കുന്ന PM അബ്ദുൽ ഹക്കിന്റെ നേതൃത്വത്തിലുള്ള പാനൽ വിജയിച്ചു. 114 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയം. ഹയർ സെക്കൻഡറിയിലെ മൊത്തം പോൾ ചെയ്ത വോട്ട് 113. അതിലെ A വിഭാഗത്തിന് കിട്ടിയ വോട്ട് 67, B വിഭാഗത്തിന് കിട്ടിയ വോട്ട് 41, അസാദു 5, ടോട്ടൽ 113. UP SSLC വിഭാഗത്തിൽ മൊത്തം പോൾ ചെയ്ത വോട്ട് 297. A വിഭാഗത്തിന് കിട്ടിയ വോട്ട് 192, B വിഭാഗത്തിന് കിട്ടിയ വോട്ട് 104, അസാദു 1, ടോട്ടൽ വോട്ട് 411. അതിൽ A വിഭാഗത്തിന് കിട്ടിയ വോട്ട് ടോട്ടൽ 259, B വിഭാഗത്തിന് കിട്ടിയ വോട്ട് 145. 114 വോട്ടുകൾക്ക് A വിഭാഗം വിജയിച്ചതായി പ്രഖ്യാപിക്കുന്നു. അസാദു 6. ഓക്കെ, താങ്ക് യു. PTA പ്രസിഡന്റായി PM അബ്ദുൽ ഹക്കിനെയും വൈസ് പ്രസിഡന്റായി ഹബീബ് റഹ്മാൻ PTAയുമാണ് തെരഞ്ഞെടുത്തത്. ഇതോടെ TSAയുടെ നേതൃത്വത്തിലായിരിക്കും വരാനിരിക്കുന്ന അഖിലേന്ത്യാ ഫുട്ബോൾ മത്സരം നടക്കുക എന്നാണ് ഈ വിജയത്തിലൂടെ വ്യക്തമാകുന്നത്. അതേസമയം കഴിഞ്ഞ വർഷം ഉണ്ടായ പോലെയുള്ള ഐക്യം ഇത്തവണ ഉണ്ടാകുമോ എന്ന ആശങ്കയുമുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.